അവതരിപ്പിക്കുന്നത് ഭരതന്നൂർ CS സോമശേഖർ. കഥ കാളഹസ്തിയിലെ കണ്ണപ്പൻ. പ്രിയമുള്ളവരെ, കുടുംബ ബന്ധങ്ങൾ, സ്നേഹബന്ധങ്ങൾ, മാനുഷിക ബന്ധങ്ങൾ ഇവയെല്ലാം ശിഥിലമായിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ വേണ്ടത് മനുഷ്യ സ്നേഹവും സൗഹൃദവുമാണെന്ന് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. വിശ്വാസം, സ്നേഹം, അനുകമ്പ, ദയ, ദാനശീലം തുടങ്ങിയ ജീവിതമൂല്യങ്ങളെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ലോകത്തിൽ ചിരിക്കാൻ കഴിയുന്ന ഏക ജീവി മനുഷ്യനാണ്. രണ്ട് വ്യക്തികൾ തമ്മിലുള്ള സൗഹൃദത്തിൻ്റെ വാതിൽ തുറക്കുന്നത് ഒരു പുഞ്ചിരിയിലൂടെയാണ്. ഇന്ന് മനുഷ്യൻ ചിരിക്കുന്നില്ല. അഥവാ ചിരിക്കുന്നെങ്കിൽ കാപട്യം നിറഞ്ഞതായിരിക്കും. സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർ ഇന്ന് വിരളമാണ്. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നടമാടിയിരുന്ന കാലത്ത് സഹജീവികളെ സഹായിച്ച തികഞ്ഞ ശിവഭക്തനായ ഒരു ആദിവാസി യുവാവിൻ്റെ ത്യാഗോജ്വലമായ ജീവിത കഥയാണ് ഞാനിന്ന് അവതരിപ്പിക്കുന്നത്. കാളഹസ്തിയിലെ കണ്ണപ്പൻ. പ്രസിദ്ധമായ ശ്രീ കാളഹസ്തീശ്വര ക്ഷേത്രം, വിശ്വപ്രസിദ്ധമായ, ലോകപ്രസിദ്ധമായ, ചരിത്രപ്രസിദ്ധമായ ഒരു ക്ഷേത്രം. പണ്ഡിതനും പാമരനും പാവപ്പെട്ടവനും പണക്കാരനും ഒരുപോലെ നമിക്കുന്ന ഒരു ക്ഷേത്രം. ശില്പ സൗകുമാര്യത്തിന്റെ സമൂർത്ത സംഗമമായ ഒരു ക്ഷേത്രം. നോക്കൂ, കാളഹസ്തീശ്വര ക്ഷേത്രം എത്ര സുന്ദരം, എത്ര മനോഹരം. ചുറ്റും മതിലുകൾ, അങ്കണമമ്പരം, മുട്ടുന്ന ഗോപുരം, പൊന്നിൻ കൊടിമരം. ചുറ്റും മതിലുകൾ, അങ്കണമമ്പരം, മുട്ടുന്ന ഗോപുരം, പൊന്നിൻ കൊടിമരം. കനകമണിമയ മാളികാജാലങ്ങൾ, തങ്കം തിളങ്ങുന്ന പൊന്നമ്പലങ്ങളും. കനകമണിമയ മാളികാജാലങ്ങൾ, തങ്കം തിളങ്ങുന്ന പൊന്നമ്പലങ്ങളും. ചുറ്റും മതിലുകൾ, അങ്കണമമ്പരം, മുട്ടുന്ന ഗോപുരം, പൊന്നിൻ കൊടിമരം. കാളഹസ്തീശ്വര ക്ഷേത്രം മാത്രമല്ല, മിക്ക ക്ഷേത്രങ്ങളുടെയും പൊതുവായ ഒരു ഘടന ഇത് തന്നെയാണ്. ക്ഷേത്ര സമുച്ചയം എന്ന് പറഞ്ഞാൽ മനുഷ്യ ശരീരത്തിൻ്റെ പ്രതിരൂപമാണെന്നാണ് പൗരാണികർ നമ്മെ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്നത്. സ്വശരീരത്തെ നാം എങ്ങനെ ശുദ്ധിയായി സൂക്ഷിക്കുന്നുവോ അതുപോലെ തന്നെ പവിത്രമായി സൂക്ഷിക്കേണ്ട ഒന്നു തന്നെയാണ് ക്ഷേത്രങ്ങളെ. ആത്മീയമായി ഒരു മനുഷ്യൻ എപ്പോൾ തളരുന്നുവോ അവന് ആശ്രയിക്കാൻ കഴിയുന്ന ആരോഗ്യ പരിപാലന കേന്ദ്രങ്ങളാണ് ക്ഷേത്രങ്ങൾ. മോക്ഷം എന്നുള്ളത് അവന് ലഭിക്കുന്ന മനസമാധാനമാണ്. ഈ ലോകത്ത് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്താണെന്ന് ചോദിച്ചാൽ ഉറക്കെ നമുക്ക് വിളിച്ചു പറയാം, മനസമാധാനമാണെന്ന്. ദക്ഷിണ കാശിയെന്നും ദക്ഷിണ കൈലാസമെന്നും അറിയപ്പെടുന്ന ആന്ധ്രയിലെ ശ്രീ കാളഹസ്തീശ്വര ക്ഷേത്രം. ഭാരതത്തിലെ ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ ദിനംപ്രതി ആരാധനയ്ക്കെത്തുന്ന ഒരു പുണ്യക്ഷേത്രം. ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ സ്വർണമുഖി നദിക്കരയിൽ നിലകൊള്ളുന്നു. ഭാരതഖണ്ഡത്തിൽ പെരഴുമാന്ത്രയിൽ കാളഹസ്തീശ്വര ക്ഷേത്രം വിഭൂതിയിൽ. ഭാരതഖണ്ഡത്തിൽ പെരഴുമാന്ത്രയിൽ കാളഹസ്തീശ്വര ക്ഷേത്രം വിഭൂതിയിൽ. ചാരുത ചാർത്തുന്ന സ്വർണമുഖി നദി, പുണ്യം തളിക്കുന്ന തീരം മനോഹരം. ചാരുത ചാർത്തുന്ന സ്വർണമുഖി നദി, പുണ്യം തളിക്കുന്ന തീരം മനോഹരം. ഭാരതഖണ്ഡത്തിൽ പെരഴുമാന്ത്രയിൽ കാളഹസ്തീശ്വര ക്ഷേത്രം വിഭൂതിയിൽ. ഇപ്രകാരമുള്ള ശ്രീ കാളഹസ്തീശ്വര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കൂവളവനത്തിന്റെ പാർശ്വത്തിലാണ്. കൂവളവനത്തിലൂടെ നാം മുന്നോട്ട് കടന്നു ചെല്ലുമ്പോൾ അവിടെ നമുക്ക് ഒരു കാഴ്ച കാണാം. കോവിലിനൊട്ടകലത്തായി നാട്ടിൽ കാണുന്നുണ്ടോ
കാണുന്നുണ്ടൊരു കൊട്ടിൽ, കോവിലിനൊട്ടകലത്തായി നാട്ടിൽ കാണുന്നുണ്ടൊരു കൊട്ടിൽ. കമ്പും ചെറിയ കൊരമ്പുല്ലും കൊണ്ടുണ്ടാക്കിയതാണാപുര, കമ്പും ചെറിയ കൊരമ്പുല്ലും കൊണ്ടുണ്ടാക്കിയതാണാപുര. കോവിലിനൊട്ടകലത്തായി നാട്ടിൽ കാണുന്നുണ്ടൊരു കൊട്ടിൽ. അതാണ് ആന്ധ്രയിൽ പോത്തപ്പിനടുത്തുള്ള ഉടുമുരു എന്ന ഗ്രാമം. പ്രകൃതി രമണീയമായ ഗ്രാമം. ആ ഗ്രാമത്തിൽ നാഗദത്ത എന്നീ ഗോത്രവർഗത്തിൽപ്പെട്ട ദമ്പതികൾ ജീവിച്ചിരുന്നു. അവരുടെ പുത്രനാണ് നമ്മുടെ കഥാനായകൻ തിന്നൻ എന്ന് വിളിപ്പേരുള്ള കണ്ണപ്പൻ. കണ്ണപ്പനെ കാഴ്ച കാണുന്നത് തന്നെ അവിടുത്തെ ജനങ്ങൾക്ക് ഒരു നല്ല ശകുനമാണ് എന്ന് അവർ വിശ്വസിച്ചിരുന്നു. കണ്ണപ്പ ദർശനത്താൽ മുത്തിയെ പൂണ്ടിടുവാൻ സൗഭാഗ്യ സന്ദേശങ്ങൾ മർത്യന്നു ലഭിച്ചിടും. കണ്ണപ്പ ദർശനത്താൽ മുത്തിയെ പൂണ്ടിടുവാൻ സൗഭാഗ്യ സന്ദേശങ്ങൾ മർത്യന്നു ലഭിച്ചിടും. കണ്ണപ്പൻ പിതാവിൽ നിന്നും ധനുർവിദ്യയിൽ പ്രാവീണ്യം നേടി. അമ്മ തികഞ്ഞ ഈശ്വര വിശ്വാസിയായിരുന്നു. ആ ഭക്തി കണ്ണപ്പനിലുമെത്തി. പ്രഭാതത്തിലും സന്ധ്യാവേളയിലും നാഗദത്ത ദമ്പതിമാരുടെ ഭവനത്തിലെ പൂജാമുറിയിൽ നിന്നുള്ള ഈശ്വര സ്തോത്രങ്ങൾ ആ ബാലന്റെ കർണങ്ങളിലൂടെ ഊർന്നിറങ്ങി നിർവാണം പകരുകയായി. അത്രമാത്രം ഹൃദ്യമായിരുന്നു ആ ഗാനസുധ. കൈലാസവാസ ജഗദീശ്വര ഗൗരീപദേ പാഹി ഗംഗാധര. കൈലാസവാസ ജഗദീശ്വര ഗൗരീപദേ പാഹി ഗംഗാധര. ആശ്രിതവത്സലനെ ആലംബം നീ മാത്രം അർദ്ധനാരീശ്വരനെ ത്രിപുരാന്തക. ആശ്രിതവത്സലനെ ആലംബം നീ മാത്രം അർദ്ധനാരീശ്വരനെ ത്രിപുരാന്തക. കൈലാസവാസ ജഗദീശ്വര. വിശ്വം മുഴുവൻ നിറഞ്ഞു വിളങ്ങുന്ന വിശ്വപിതാവേ വണങ്ങിടുന്നേ. വിശ്വം മുഴുവൻ നിറഞ്ഞു വിളങ്ങുന്ന വിശ്വപിതാവേ വണങ്ങിടുന്നേ. കൈവല്യദായക കാലാന്തക വിഭോ കാരുണ്യമേകുവാൻ കൈതൊഴുന്നേ. കൈവല്യദായക കാലാന്തക വിഭോ കാരുണ്യമേകുവാൻ കൈതൊഴുന്നേ. കൈലാസവാസ ജഗദീശ്വര ഗൗരീപദേ പാഹി ഗംഗാധര. കൈലാസവാസ ജഗദീശ്വര. ഏകലിപിന്റെ കഥ നമുക്കറിയാമല്ലോ. ദ്രോണാചാര്യന്റെ ശിഷ്യനാകാൻ കൊതിച്ച വേടക്കിടാത്തൻ ദ്രോണാചാര്യന്റെ അരികിലെത്തി അസ്ത്രശസ്ത്ര വിദ്യ പഠിക്കാൻ. പക്ഷേ ആഠ്യത്വം അവന് വിലക്ക് കൽപ്പിച്ചു. ഏകലവ്യൻ പിന്മാറിയില്ല. അവൻ ആചാര്യന്റെ പ്രതിമയ്ക്ക് മുമ്പിൽ സ്വയം അമ്പെയ്ത് പരിശീലനം നടത്തി വില്ലാളി വീരനായി പ്രശസ്തിയിലേക്ക് ഉയർന്നു. തന്റെ മുന്നിലേക്ക് കുരച്ചു ചാടി വന്ന ശുനകൻ വായൊന്നടച്ചു തുറക്കും മുമ്പ് അമ്പുകൾ കൊണ്ട് വായി തുന്നിക്കെട്ടി അത്ഭുതം കാണിച്ച വില്ലാളി വീരൻ. ഏകലവ്യന്റെ വീരശൂര പരാക്രമങ്ങൾ അറിഞ്ഞ അർജുനൻ അസ്വസ്ഥ ചിത്തനായി. ആചാര്യനെ കണ്ട് സങ്കടമറിയിച്ചു. താനല്ലാതെ മറ്റൊരു വില്ലാളി വീരനും അത് സഹിക്കാൻ കഴിയില്ല. ഗുരു, അവനെ ഉടനെ വധിക്കണം, ഇല്ലെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കില്ല. അർജുനന്റെ അസ്ത്രശസ്ത്ര വിദ്യയിലുള്ള സാമർഥ്യം നമുക്കറിവുള്ളതാണല്ലോ. അന്നൊരു ദിവസം ദ്രോണാചാര്യന്റെ പാഠശാലയിൽ അസ്ത്രശസ്ത്ര വിദ്യകൾ അഭ്യസിച്ച കുരു പാണ്ഡവന്മാരുടെ പാണ്ഡവ പരീക്ഷണം നടക്കുന്നു.
കൊട്ടാര മൈതാനത്ത് കെട്ടിയുയർത്തിയ കാഴ്ചത്തട്ടിൽ പുരജനങ്ങളും പരിസരവാസികളും രാജാക്കന്മാരും ഋഷിവര്യന്മാരും എത്തിയിരിക്കുന്നു. തന്റെ കണ്ണായ സഞ്ജയനോടൊപ്പം ധൃതരാഷ്ട്രർ വേദിയിലെത്തി കാണികളെ അഭിവാദ്യം ചെയ്തു. രാജാങ്കനമാരുടെ കാഴ്ചത്തട്ടിൽ കുന്തി കൗസ്തുഭരത്നം പോലെ ശോഭിക്കുന്നു. അർജുനൻ വേദിയിലെത്തി. ഇതാ എനിക്ക് എന്റെ മകനേക്കാൾ പ്രിയങ്കരൻ വിശ്വീക ധനുർധരൻ അർജുനൻ. ജനങ്ങൾ ഖരഘോഷം മുഴക്കി. അർജുനൻ നിമിഷ നേരം കൊണ്ട് ഒരു കാളക്കൊമ്പിൽ 20 അസ്ത്രങ്ങൾ എയ്തു തറച്ചു. അർജുനൻ അന്തരീക്ഷത്തിലേക്ക് വരുണാസ്ത്രം തൊടുത്തി. ഇതാ ആകാശം മേഘാവൃതമാകുന്നു. അഗ്നേയഭിഷികം പറന്നു തീയാളവേ വൈജന്യമത് കണ്ടു പേമാരി പെയ്തു. അഗ്നേയഭിഷികം പറന്നു തീയാളവേ വൈജന്യമതു കണ്ടു പേമാരി പെയ്തു. വായുവസ്ത്രം കൊടുത്തി കൊടുങ്കാറ്റിരമ്പി ഞൊടിയിടയിൽ മായയായെങ്ങോ മറഞ്ഞു. വായുവസ്ത്രം കൊടുത്തി കൊടുങ്കാറ്റിരമ്പി ഞൊടിയിടയിൽ മായയായെങ്ങോ മറഞ്ഞു. തേർത്തടത്തട്ടിലും തേർമുഖക്കൊമ്പിലും ദേവേന്ദ്രനന്ദനൻ നിന്നു വിളങ്ങി. തേർത്തടത്തട്ടിലും തേർമുഖക്കൊമ്പിലും ദേവേന്ദ്രനന്ദനൻ നിന്നു വിളങ്ങി. ആരിവനെ വെല്ലുമീ മധ്യമ പാണ്ഡവൻ ആകാരഭംഗിയിൽ കാമസമാനൻ. ആരിവനെ വെല്ലുമീ മധ്യമ പാണ്ഡവൻ ആകാരഭംഗിയിൽ കാമസമാനൻ. ഇങ്ങനെയുള്ള ആളാണ് അർജുനൻ. ഗുരു, അവനെ ഉടൻ വധിക്കണം, ഇല്ലെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കും. അങ്ങനെ ഒരു നാൾ ദ്രോണാചാര്യൻ ഏകലവ്യനെ തേടി കാട്ടിലെത്തി. അവൻ ഗുരുവിനെ യഥോചിതം സ്വീകരിച്ചു, സൽക്കരിച്ചു. സന്തുഷ്ടി നടിച്ച് ദുഷ്ടബുദ്ധിയായ ദ്രോണർ അവനോട് ഗുരുദക്ഷിണ ആവശ്യപ്പെട്ടു. ഞാൻ ഗുരുദക്ഷിണയായി അങ്ങയ്ക്ക് എന്താണ് നൽകേണ്ടത്? അങ്ങ് അരുളി ചെയ്താലും. എനിക്ക് വേണ്ടത് നിന്റെ വലങ്കയിലെ പെരുവിരലാണ്. ആ വേടക്കിടാത്തൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് മൂർച്ചയേറിയ വാളെടുത്ത് വലങ്കയിലെ പെരുവിരൽ അറുത്തെടുത്ത് ഗുരുവിന് സമർപ്പിച്ചു. സന്തുഷ്ടനായ ദ്രോണർ ഗുരുദക്ഷിണ ഏറ്റുവാങ്ങി യാത്രയായി. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. കണ്ണപ്പന്റെ അച്ഛനാണ് ഗുരു. മകന്റെ ഭാവി എങ്ങനെയെങ്കിലും സുരക്ഷിതമാക്കണം, അതേ പിതാവിന് വേണ്ടു. അങ്ങനെ പിതാവിന്റെ വിദഗ്ധ ശിക്ഷണത്തിൽ സമർത്ഥനായി കണ്ണപ്പൻ വളർന്നു വരികയാണ്. നോക്കൂ അവന്റെ കണ്ണിലെ ആ തിളക്കം. ആ മിഴിപ്പൂക്കളിൽ താരകങ്ങൾ, ആ മുഖത്തായിരം സാരസങ്ങൾ. ആ മിഴിപ്പൂക്കളിൽ താരകങ്ങൾ, ആ മുഖത്തായിരം സാരസങ്ങൾ. ആരിലും കാണാത്തൊരാർജവത്തിൻ ആരമ്യജ്വാലകൾ പാർവണങ്ങൾ. ആരിലും കാണാത്തൊരാർജവത്തിൻ ആരമ്യജ്വാലകൾ പാർവണങ്ങൾ. ആ മിഴിപ്പൂക്കളിൽ താരകങ്ങൾ, ആ മുഖത്തായിരം സാരസങ്ങൾ. അരോഗ ദൃഢഗാത്രം, ചുരുണ്ടു സമർത്ഥമായ തലമുടി, തൊടുത്ത കവിൾത്തടം, ചുവന്ന ചുണ്ടുകൾ, തിളക്കമുള്ള കണ്ണുകൾ. തലമുടി തലയ്ക്ക് മധ്യത്തായി കെട്ടിവെച്ചിരിക്കുന്നു. നെറ്റിയിൽ ഭസ്മക്കുറി, കാതിൽ കടുക്കനണിഞ്ഞിരിക്കുന്നു. വലിത്തോൽ കുത്തി ഉടുത്തിരിക്കുന്നു, മരത്തോൽ ചുറ്റിയിരിക്കുന്നു. ആകെക്കൂടെ ആളൊരു സുമുഖൻ, ധീര പുരുഷ ലക്ഷണമൊത്ത വ്യക്തി. ആര് കണ്ടാലും വിറയ്ക്കുന്ന രൂപം, ഒരാറടി നീളമതൊത്തവണ്ണം. ആര് കണ്ടാലും വിറയ്ക്കുന്ന രൂപം, ഒരാറടി നീളമതൊത്തവണ്ണം. വേണ്ടാത്തരങ്ങൾ കാട്ടുന്നവരോട് കരുണയില്ലാത്ത കണ്ണപ്പൻ. വേണ്ടാത്തരങ്ങൾ കാട്ടുന്നവരോട് കരുണയില്ലാത്ത കണ്ണപ്പൻ. ആരു കണ്ടാലും വിറയ്ക്കുന്ന രൂപം, ഒരാറടി നീളമതൊത്തവണ്ണം. അങ്ങനെയുള്ള കണ്ണപ്പനെ കണ്ടാൽ പുരുഷന്മാർ പോലും അല്പസമയം നോക്കി നിൽക്കും.
അപ്പോൾ പിന്നെ സ്ത്രീകളുടെ കാര്യം പറയാനുണ്ടോ? നല്ലവനായ പിതാവിന്റെ നിർദ്ദേശപ്രകാരം വനദേവതമാരെ വഴിപോലെ പൂജിച്ചു പോന്നു. വനവാസികൾക്ക് നിത്യവും കാട്ടിൽ നിന്നും കാട്ടുകിഴങ്ങും പഴവർഗ്ഗങ്ങളും കണ്ണപ്പൻ കൊണ്ടുവന്ന് നൽകുമായിരുന്നു. കൂടാതെ കാട്ടുമൃഗങ്ങളുടെ മാംസവും അവൻ നായാട്ടിന് പോയി കൊണ്ടുവന്ന് നൽകുമായിരുന്നു. ചുരുക്കത്തിൽ എല്ലാവർക്കും പ്രിയങ്കരനായ കണ്ണപ്പൻ ഒരു ദാനശീലനുമായിരുന്നു. അതാ ആ കാണുന്ന കാട്ടിൽ പുഞ്ചിരി പൊഴിക്കുന്ന പൂക്കളും കാറ്റിലാടുന്ന ലതകളും സുഗന്ധവാഹിയായ മന്ദമാരുതനും നിറഞ്ഞ ഒരു അരുവിയുടെ തീരം. ആ അരുവി കൈവിരികളായി പിരിഞ്ഞ് ചിരിച്ചും കളിച്ചും പാറമേൽ തട്ടി പാരം പളുങ്കുമണിച്ചിതറി പതഞ്ഞൊഴുകുന്നു. പാളികൾ സ്വയം ഉരുകി ഉരുകി പടരും തിരമാലകൾ ഒരു കുളിരലയായി പുണരും. ഹിമപാളികൾ സ്വയം ഉരുകി ഉരുകി പടരും തിരമാലകൾ ഒരു കുളിരലയായി പുണരും. പുഴയായി പല വഴിയായി ഒരു പനിനീർമഴയായി ഒഴുകി കര തഴുകി കനലൊളി കാന്തികൾ വിതറി. പുഴയായി പല വഴിയായി ഒരു പനിനീർമഴയായി ഒഴുകി കര തഴുകി കനലൊളി കാന്തികൾ വിതറി. ഹിമപാളികൾ സ്വയം ഉരുകി ഉരുകി പടരും തിരമാലകൾ ഒരു കുളിരലയായി പുണരും. തിരമാലകൾ ഒരു കുളിരലയായി പുണരും. ആ നദിയുടെ പരിസരത്തുള്ള പാറമേൽ പ്രതിഷ്ഠിച്ച ശിവലിംഗത്തിനരുവിൽ ഒരു ചെറുപ്പക്കാരൻ ശിവപൂജ നടത്തുന്നു. ശിവന് ഭക്ഷിക്കാനായി ഫലമൂലാദികളും തേനും ശിവസന്നിധിയിൽ അർപ്പിച്ച് തൊഴുതു നിന്ന് ഭഗവാനെ വാഴ്ത്തി സ്തുതിക്കുന്നു. ബോല ശങ്കർ ബോല ഹര ബോല ശങ്കർ ബോല ബോല ശങ്കർ ബോല ഹര ബോല ശങ്കർ ബോല. ശൈലേശ്വര ഹര വിശ്വംഭര ശൈലേശ്വര ഹര വിശ്വംഭര ബോല ശങ്കർ ബോല. സൂര്യചന്ദ്ര പ്രളയാഗ്നി നേത്രധര ശക്തി സഹിത ശിവ നടന മനോഹര. സൂര്യചന്ദ്ര പ്രളയാഗ്നി നേത്രധര ശക്തി സഹിത ശിവ നടന മനോഹര. ശക്തി സഹിത ശിവ നടന മനോഹര ബോല ശങ്കർ ബോല ഹര ബോല ശങ്കർ ബോല. ശൈലേശ്വര ഹര വിശ്വംഭര ശൈലേശ്വര ഹര വിശ്വംഭര ബോല ശങ്കർ ബോല. ഭഗവാനെ, അങ്ങ് എന്തേ ഒന്നും ഭുജിക്കാത്തത്? ജലപാനം പോലും ചെയ്തില്ലല്ലോ. അടിയനിൽ നിന്ന് എന്തെങ്കിലും പിഴവ് സംഭവിച്ചു? എന്നോട് കോപാൻ തോന്നാൻ കാരണം എന്താണ് ഭഗവാനെ? എന്ന് ഞാനിതാ എന്റെ പങ്ക് ഭക്ഷണം കൂടി അങ്ങയ്ക്ക് ഭക്ഷിക്കാൻ സമർപ്പിക്കുകയാണ്. ഇന്ന് ഭഗവാൻ ഇത് ഭുജിച്ചില്ലെങ്കിൽ ഞാനും ഒന്നും കഴിക്കില്ല. ഞാനൊരു ഹീനജാതിക്കാരനായി പോയതാണോ അങ്ങ് എന്നിൽ കാണുന്ന കുറ്റം? വേടൻ ആഹാര നീഹാരങ്ങൾ ഉപേക്ഷിച്ച് ഭഗവാനോടൊപ്പം പ്രാർത്ഥനാനിരതനായി കഴിഞ്ഞു. കാലം കടന്നുപോയി. പുണ്യമുഹൂർത്തങ്ങളിൽ ശിവനെ പൂജിക്കുവാൻ ആരാധിക്കുവാൻ സ്വർണമുഖി നദിക്കരയിൽ മുങ്ങിക്കുളിച്ചെത്തുന്ന ഒരാഠ്യ ബ്രാഹ്മണൻ ശിവമന്ത്രം ചൊല്ലിയെത്തുമ്പോൾ കണ്ണിൽപ്പെട്ടത് ഹീനജാതിക്കാരനായ വനവേടൻ കാട്ടുകിഴങ്ങുകളും കാട്ടുഫലങ്ങളും തേനും മറ്റും സമർപ്പിച്ച് ഭഗവാനെ പൂജിക്കുന്നതാണ്. എന്താണിത്? ആശ്ചര്യകരം. ഇവൻ ആരാണ് ഭഗവാനെ പൂജിക്കാനുള്ള അനുവാദം നൽകിയത്? ഹീനജാതിക്കാരന് ഭഗവാനെ പൂജിക്കാമോ? നല്ല നാള് നോക്കി പൂജയ്ക്കെത്തുന്ന ബ്രാഹ്മണന്റെ മാനസം ഖിന്നമായി. വർദ്ധിച്ച കോപത്താൽ ബ്രാഹ്മണൻ ശിവനോടുണർത്തിയത് ഇപ്രകാരമായിരുന്നു:
ഈ വനവേടനെ ഞാൻ ശപിച്ച് ഭസ്മമാക്കും. അവൻ ആരാണ് ഭഗവാനെ ഭജിക്കാനുള്ള അവസരം നൽകിയത്? അതാ പെട്ടെന്ന് ബ്രാഹ്മണന്റെ മുന്നിൽ ഒരു ദിവ്യപ്രകാശം. അതിൽ ഭഗവത് സ്വരൂപത്തെ ബ്രാഹ്മണൻ ദർശിക്കുകയാണ്. ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരിൽ ഒന്നാമനാകും ലോകപിതാവേ. ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരിൽ ഒന്നാമനാകും ലോകപിതാവേ. ഭൂതലം തന്നിലെ ശത്രുക്കളെയെല്ലാം സംഹരിക്കുന്ന സംഹാരമൂർത്തേ. ഭൂതലം തന്നിലെ ശത്രുക്കളെയെല്ലാം സംഹരിക്കുന്ന സംഹാരമൂർത്തേ. ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരിൽ ഒന്നാമനാകും ലോകപിതാവേ. ശിവസന്നിധിയിൽ കരഞ്ഞും പ്രാർത്ഥിച്ചും നിദ്രാവിഹീനമായ രാവുകൾ താണ്ടിയ കണ്ണപ്പൻ ഒരു രാത്രി ദീർഘനിദ്രയിലാണ്ടു. നേരം പുലർന്നു. ഹിമഗിരി ശൃംഗത്തിനു മുകളിൽ പുലരിയുടെ സിന്ദൂരച്ചപ്പ് സ്വയം തുറക്കപ്പെടുകയാണ്. കുവലയ കന്യകമാരുടെ കവിളുകളിൽ ഉമ്മവച്ച് പ്രഭാതശലഭങ്ങൾ പറന്നുയർന്നു. കണ്ണപ്പൻ ഉണർന്നു. അവൻ ദേവനെ കൺപാർത്തു. പ്രീതനായി നിന്നു ദേവൻ ഭോജനം കഴിക്കയും. കണ്ണപ്പൻ ഉണർന്നപ്പോൾ സന്തോഷവാനായവൻ. പ്രീതനായി നിന്നു ദേവൻ ഭോജനം കഴിക്കയും. കണ്ണപ്പൻ ഉണർന്നപ്പോൾ സന്തോഷവാനായവൻ. ഭഗവാന്റെ അരുളപ്പാട് ശ്രവിച്ച വിപ്രമനും ദർശന സൗഭാഗ്യത്തിനായി കാത്തുനിന്നു. ഇങ്ങനെ ശങ്കരൻ കണ്ണപ്പന്റെ ഭോജനം ഭക്ഷിക്കുമ്പോൾ ഒരു നാൾ അദ്ദേഹത്തിന്റെ നേത്രത്തിൽ നിന്നും കണ്ണുനീർ പ്രവാഹമുണ്ടായി. ഉടൻ തന്നെ കണ്ണപ്പൻ ഔഷധ സസ്യങ്ങളുടെ നീര് ആ കണ്ണിൽ വീഴ്ത്തി. പെട്ടെന്ന് കണ്ണുനീർ ധാര നിന്നു. എങ്കിലും അല്പസമയം കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് കണ്ണുനീരിന് പകരം വന്നത് രക്തധാരയായിരുന്നു. ഭഗവാന്റെ കാഴ്ച നഷ്ടപ്പെട്ടു. ദുഃഖം സഹിക്കാൻ കഴിയാതെ കണ്ണപ്പൻ തന്റെ ഒരു കണ്ണ് ചുഴന്നെടുത്ത് ഭഗവാൻ ആദരവോടെ സമർപ്പിച്ചു. അല്പസമയം കഴിഞ്ഞ് കണ്ണപ്പൻ ഭഗവാനെ നോക്കുമ്പോൾ മറ്റേ കണ്ണിൽ നിന്നും രക്തധാര ഒഴുകുകയാണ്. പെട്ടെന്ന് കണ്ണപ്പൻ ഓർത്തു, എന്റെ മറ്റേ കണ്ണും എടുത്താൽ ശിവനേത്രം എവിടെയാണെന്ന് എങ്ങനെ ഞാൻ അറിയും? കണ്ണപ്പൻ ചിന്തിച്ചു. പിന്നെ മടിച്ചില്ല. ഒരു കാൽ ലക്ഷ്യത്തിനായി ശിവനേത്രത്തിന് താഴെ ഉറപ്പിച്ചു. എന്നിട്ട് യഥാസ്ഥാനത്ത് തന്റെ കൺകോളം പ്രതിഷ്ഠിച്ചു. തൃപ്തനായി കണ്ണപ്പനും ലക്ഷ്യമാണെല്ലാത്തിനും. കണ്ണപ്പ ഭക്തിക്കു നാം കയ്യുകൾ കുപ്പിടേണം. അന്ധനല്ല ഞാൻ ഭക്ത്യാ ലോകത്തെ ദർശിക്കുന്നു. ഇനിമേൽ മഹാദേവൻ കാണുന്നവൻ നേത്രത്താൽ. ശിവനും കണ്ണപ്പനും കണ്ണുകൾ ഒരുമിക്കിൽ. ഭക്തനും ഭഗവാനും രണ്ടല്ല ഒന്നേ ഉള്ളൂ. ശിവനും കണ്ണപ്പനും കണ്ണുകൾ ഒരുമിക്കിൽ. ഭക്തനും ഭഗവാനും രണ്ടില്ല ഒന്നേ ഉള്ളൂ. ഞാനൊന്ന് അന്ധനല്ല. ഭക്തി പാരവശ്യത്താൽ ലോകത്തെ ഞാൻ ദർശിക്കുകയാണ്. മഹാദേവൻ കാണുന്നത് എന്നുടെ നേത്രത്താലാണ്. ഇതിൽ പരം എനിക്കെന്ത് വേണം? എന്റെ ജന്മം സഫലമായി. എനിക്കും ഭഗവാനും കാഴ്ച ഇന്ന് ഒന്നേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ഇരുവരും ഒന്നായി കഴിഞ്ഞു. ശിവന്റെയും കണ്ണപ്പന്റെയും കണ്ണുകൾ ഒരുമിക്കുമ്പോൾ ഭക്തനും ഭഗവാനും രണ്ടല്ല ഒന്നേ ഉള്ളൂ എന്ന മഹത്തായ സന്ദേശം വ്യക്തമാകുന്നു. ഭക്തിക്ക് ജാതിഭേദമില്ല എന്ന് ഈ സംഭവം നമുക്ക് കാട്ടിത്തരുന്നു. ഇതാണ് ശരിക്കുമുള്ള നവോത്ഥാനം. ആ ബ്രാഹ്മണന് മുന്നിൽ പരമശിവൻ പ്രത്യക്ഷനായി ഇപ്രകാരം അരുളി ചെയ്തു: മനുഷ്യജന്മത്തിൽ കണ്ണപ്പന് തുല്യനായി മറ്റൊരാളില്ല. കണ്ണപ്പന് തുല്യനായി കണ്ണപ്പൻ മാത്രം. ആദിവാസിയായ കണ്ണപ്പന് ഭഗവാൻ മോക്ഷം നൽകി. ബ്രാഹ്മണൻ പശ്ചാത്താപ വിവശനായി
ക്ഷമാപണം ചെയ്ത് മഹാദേവനെ വാഴ്ത്തി സ്തുതിക്കുന്നു. കൈലാസവാസ ജഗദീശ്വര ഗൗരീപദേ പാഹി ഗംഗാധര. കൈലാസവാസ ജഗദീശ്വര ഗൗരീപദേ പാഹി ഗംഗാധര. ആശ്രിതവത്സലനെ ആലംബം നീ മാത്രം അർദ്ധനാരീശ്വരനെ ത്രിപുരാന്തക. ആശ്രിതവത്സലനെ ആലംബം നീ മാത്രം അർദ്ധനാരീശ്വരനെ ത്രിപുരാന്തക. കൈലാസവാസ ജഗദീശ്വര. വിശ്വം മുഴുവൻ നിറഞ്ഞു വിളങ്ങുന്ന വിശ്വപിതാവേ വണങ്ങിടുന്നേ. വിശ്വം മുഴുവൻ നിറഞ്ഞു വിളങ്ങുന്ന വിശ്വപിതാവേ വണങ്ങിടുന്നേ. കൈവല്യദായക കാലാന്തക വിഭോ കാരുണ്യമേകുവാൻ കൈതൊഴുന്നേ. കൈവല്യദായക കാലാന്തക വിഭോ കാരുണ്യമേകുവാൻ കൈതൊഴുന്നേ. കൈലാസവാസ ജഗദീശ്വര ഗൗരീപദേ പാഹി ഗംഗാധര. കൈലാസവാസ ജഗദീശ്വര. വിശ്വാസം ജീവിതമൂല്യമാണ്. ആചാരം നമ്മുടെ സംസ്കാരമാണ്. ഭക്തി മനസ്സിന്റെ നന്മയാണ്. ഹൃദയത്തിലേക്ക് വെളിച്ചത്തെ പ്രകാശത്തെ കടത്തിവിടുക, അതാണ് ഭക്തി. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കഥ ഇവിടെ പൂർണ്ണമാക്കുന്നു. നന്ദി, നമസ്കാരം.